ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ സംസാരിക്കുന്നത് ഒരു പവർഫുൾ ടോപ്പിക്കാണ്. പലപ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ട്, എൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാകാത്തത്. നമ്മളിൽ മിക്കവരും വിശ്വസിക്കുന്നത് പണം ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണം, അതായത് രാവും പകലും ഉറക്കം ഒഴിച്ച് പണിയെടുക്കണം, അല്ലെങ്കിൽ നല്ല ബുദ്ധി വേണം എന്നൊക്കെയാണ്. ചിലപ്പോൾ പറയും നല്ല സമയം വരണം, അല്ലെങ്കിൽ ഭാഗ്യം വേണമെന്ന്. നിങ്ങൾ പണത്തെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതിയെന്നാണോ? റിയൽ സീക്രട്ട് എന്താണെന്നറിയോ? അത് അലൈൻമെൻ്റ് ആണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമായിട്ടുള്ള യോജിപ്പ്. നിങ്ങളൊരു വൈബ്രേഷനാണ്. ആ വൈബ്രേഷൻ പണത്തിൻ്റെ വൈബ്രേഷനുമായിട്ട് മാച്ച് ആകുമ്പോൾ മാത്രമേ അത് നമ്മുടെ ലൈഫിലേക്ക് എത്തുകയുള്ളൂ. ഈ വൈബ്രേഷനെയാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത്. ഓറ എന്ന് കേൾക്കുമ്പോൾ എന്തോ മിസ്റ്റിക്കലായ കാര്യമാണെന്നൊന്നും വിചാരിക്കരുത്. ഇത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഓറ നിങ്ങളുടെ ഉള്ളിലുള്ള സത്യമാണ്. നിങ്ങളറിയാതെ സ്ഥിരമായി ലോകത്തോട് സംസാരിക്കുന്ന നിങ്ങളുടെ അദൃശ്യമായ സിഗ്നലാണിത്. നിങ്ങളുടെ ഓറ എന്താണെന്നോ? നിങ്ങളറിയാതെ നിങ്ങൾ സ്ഥിരമായി പുറത്തേക്ക് അയക്കുന്ന ഒരു എനർജി ഫ്രീക്വൻസി. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റൂമിലേക്ക് കയറി വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഓറ അവിടെ എത്തി നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊരു ബിസിനസ് ഡീലിന് പോകുമ്പോൾ, അല്ലെങ്കിൽ സാലറി കൂട്ടി ചോദിക്കുമ്പോൾ, നിങ്ങളുടെ വാക്കുകളേക്കാൾ പവർഫുള്ളായി അവിടെ സംസാരിക്കുന്നത് നിങ്ങളുടെ ഓറയാണ്. അതായത് ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പറയാം. നിങ്ങൾ ഒരൊറ്റ വാക്ക് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഓറ നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കും. നിങ്ങളൊരു മുറിയിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ ഓറ നിങ്ങളെക്കുറിച്ചൊരു റിപ്പോർട്ട് നൽകിയിരിക്കും. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ശമ്പളം കൂട്ടി ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ഓറ മുൻകൂട്ടി തന്നെ അടിയിൽ ഉറപ്പിച്ചിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ പേടി ആണെങ്കിൽ, എനിക്ക് കഴിയില്ല എന്നൊരു ഡൗട്ടാണെങ്കിൽ, എത്ര വലിയ സ്വപ്നമാണെങ്കിലും നിങ്ങളുടെ ഓറ പറയും ഇയാൾക്കിത് വേണ്ട, ഇയാൾക്ക് ഇത്രേ പാടുള്ളൂ. നിങ്ങൾ തന്നെ നിങ്ങളുടെ സക്സസ് നശിപ്പിക്കും. ഇതാണ് ലോ ഓഫ് റെസണൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ഇമോഷനും ഒരു സിഗ്നലാണ്. ഓരോ ഫീലിങ്സും ഒരു പാറ്റേൺ ആണ്. ഓരോ വിശ്വാസവും ഒരു കാന്തശക്തിയാണ്. ഒന്നുകിൽ അത് പണത്തെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കും, അല്ലെങ്കിൽ തട്ടിമാറ്റും. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. നമ്മൾ യൂട്യൂബിൽ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നടക്കും, അഫർമേഷൻസ് പറയും, ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യും. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കും? ഒരു ചെറിയ പേടി, അല്ലെങ്കിൽ ഒരു സംശയം, ഇതൊക്കെ സത്യമാവുമോ എന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, ഈ യൂണിവേഴ്സ് അത് നിങ്ങളുടെ വാക്കുകളെയോ അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന പുറംമോടിയെയോ ശ്രദ്ധിക്കില്ല. അത് വായിക്കുന്നത് നിങ്ങളുടെ റിയൽ എനർജിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നേരിട്ട് തന്നെ പറയുകയാണ്, നിങ്ങളുടെ ഓറയ്ക്ക് കള്ളം പറയാൻ അറിയില്ല. അത് നിങ്ങളുടെ സത്യം മാത്രമാണ് റിഫ്ലക്റ്റ് ചെയ്യുക. അതായത് പ്രപഞ്ചം വായിക്കുന്നത് നിങ്ങളുടെ ഈ അഭിനയത്തെ അല്ല, നിങ്ങളുടെ യഥാർത്ഥ എനർജിയാണെന്ന് ഓർക്കുക. ഞാനിനി കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. നിങ്ങളെപ്പോഴും പൈസയെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഓറ അയക്കുന്ന മെസ്സേജ് എൻ്റെ ജീവിതത്തിൽ പണം എപ്പോഴും കുറവാണെന്നാണ്. ഇനി നിങ്ങളുടെ കൂടെ വളർന്ന ഒരാൾക്ക് സക്സസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അസൂയ തോന്നിയാൽ, ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ സാധാരണ ആണല്ലോ, അതുകൊണ്ടാട്ടോ ഇങ്ങനെ പറഞ്ഞ്, നിങ്ങളുടെ ഓറ നൽകുന്ന മെസ്സേജ് ഈ ലോകത്ത് എനിക്ക് വേണ്ടി മതിയായതൊന്നുമില്ല എന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തൊരു കാറ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അസൂയ തോന്നിയാൽ, നിങ്ങളുടെ ഓറ നൽകുന്ന സന്ദേശം എനിക്ക് വേണ്ടി ഇവിടെ മതിയായതൊന്നും ഇവിടെ ഇല്ല എന്നാണ്. ഇനി നിങ്ങളുടെ പ്രോഡക്റ്റിന് പൈസ വാങ്ങുമ്പോൾ കുറ്റബോധം തോന്നുകയോ അല്ലെങ്കിൽ വില കുറച്ച് പറയുകയോ ചെയ്താൽ, നിങ്ങൾ നിങ്ങളുടെ ഓറയിലൂടെ പറയുന്നത് എൻ്റെ കഴിവിന് എനിക്ക് വിശ്വാസമില്ല എന്നാണ്. ഈ നെഗറ്റീവ് സിഗ്നൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു സീലിംഗ് പോലെയാകും. അത് മാറ്റാതെ നിങ്ങൾ എത്ര ബുദ്ധിപരമായ ബിസിനസ് ചെയ്താലും ഫൈനൽ റിസൾട്ട് കിട്ടില്ല. ഈ ഓറ എന്നാൽ ഇത് നമ്മുടെ ഇമോഷണൽ ഹാബിറ്റുകളുടെ ഒരു മിററാണ്. സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ചിന്തകൾ, വിശ്വാസങ്ങൾ എന്നിവയുടെ ആവർത്തനത്തിലൂടെയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഒരു ചിന്തിക്കുമ്പോഴും ഒരു വിശ്വാസം കൊണ്ട് നടക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുകയാണ്.
അതുകൊണ്ട് നിങ്ങൾ സമ്പത്ത് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്നത് നിർത്തി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇംപ്രസ് ചെയ്യാൻ തുടങ്ങുക. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ സമ്പത്ത് വന്നാൽ ഞാൻ സേഫ് ആയിരിക്കും എന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കണം. കാരണം നമ്മുടെ ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്താൽ നമ്മൾ അറിയാതെ തന്നെ എല്ലാ നമ്മുടെ മുന്നേറ്റത്തെയും അത് ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ ഒരുപാട് പണമുള്ള ആളായിട്ട് മാറുമ്പോൾ എന്ത് ഫീലിംഗ് ആയിരിക്കും? ആ ഫീലിംഗ്, ആ സന്തോഷം, ആ സ്വാതന്ത്ര്യം, ആ സുരക്ഷിതത്വം, അത് നിങ്ങളുടെ ജീവിതത്തിൽ പണം വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. മിക്ക ആളുകൾക്കും അതിന് കഴിയില്ല. കാരണം അവർ തെളിവ് കിട്ടിയാൽ മാത്രമേ വിശ്വസിക്കൂ. പക്ഷേ ശരിക്കും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവരാദ്യം വിശ്വസിക്കും. അവർ മനസ്സിൽ വിജയം ആഘോഷിക്കും, ഉള്ളിൽ ഫ്യൂച്ചറിനെ ബിൽഡ് ചെയ്യും. ഇതാണ് എനർജി മാസ്റ്ററുടെ ആദ്യ സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങളുടെ പഴയ കഥകൾ മാറ്റി എഴുതുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ തിരിച്ചു പിടിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇല്ലായ്മയിൽ ജനിച്ചവരല്ല. ഇല്ലായ്മ ചിന്തിക്കാൻ നിങ്ങളെ പരിശീലിപ്പിച്ചതാണ്. പൈസാക്കാരനായാൽ അഹങ്കാരിയാകും, പണം സമ്പാദിക്കാൻ കഷ്ടപ്പെടണം, അല്ലെങ്കിൽ അത് തെറ്റാണ്, പണക്കാരെല്ലാം അഴിമതിക്കാരാണ്, ഇങ്ങനെയുള്ള കഥകൾ നിങ്ങളുടെ വീട്ടുകാരോ കൂട്ടുകാരോ സമൂഹമോ നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്. നിങ്ങളുടെ ഓറയിൽ ഈ വിശ്വാസങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തിനെ നിങ്ങൾ തന്നെ തടഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഈ വിശ്വാസങ്ങൾ ചെറുതാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വെൽത്തിനെ അത് തടയും. നിങ്ങൾ അറിയാതെ നെഗറ്റീവ് എനർജി പുറത്തേക്ക് വിടും. അതുപോലെ തന്നെ പണത്തിന് ആരോടും പ്രത്യേക കൂറൊന്നുമില്ല. അത് എവിടെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ അവിടേക്ക് ഒഴുകും. നിങ്ങളുടെ ഓറയിൽ കുറ്റബോധം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓടിപ്പോകും. നിങ്ങളുടെ ഓറയിൽ വിശ്വാസവും പ്രതീക്ഷയും ആണെങ്കിൽ അത് നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ഓരോ പരാതിയും ഓരോ നെടുവീർപ്പും നിങ്ങളുടെ ഓറയെ ദാരിദ്ര്യത്തിലേക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഓരോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രവൃത്തിയും ഓരോ വിഷ്വലൈസേഷനും നിങ്ങളുടെ ഫ്രീക്വൻസി റീവയർ ചെയ്യുന്നു. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ധനികനാണെന്ന് അനുഭവിക്കുക. നിങ്ങളുടെ അക്കൗണ്ടിൽ 0 ബാലൻസ് ആണെങ്കിലും നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി ഒരു രാജാവിനെ പോലെ നടക്കാൻ കഴിയണം. അതാണ് ഓറ പ്രാക്ടീസ്. പണം എന്നത് വെറും അക്കമല്ല, അതൊരു ഫീലിംഗ് ആണ്. സെക്യൂരിറ്റിയുടെ, ഫ്രീഡത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഫീലിംഗ്. ഈ ഇമോഷൻസ് നിങ്ങളുടെ ബോഡിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അൺകോൺഷ്യസ് ആയിട്ട് സമ്പത്തിനെ തടസ്സപ്പെടുത്തും. നിങ്ങൾ സ്വയം ചോദിക്കൂ, എൻ്റെ അക്കൗണ്ടിൽ ഒരുപാട് പണമുള്ള ഒരാളുടെ ഫീലിംഗ് എന്തായിരിക്കും? ആ ഒരു കോൺഫിഡൻസ് എന്തായിരിക്കും? ആ ഫീലിംഗ് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ നടക്കുന്ന രീതിയിൽ, സംസാരിക്കുന്ന രീതിയിൽ, തീരുമാനമെടുക്കുന്ന രീതിയിൽ. അതാണ് വെൽത്ത് ട്രെയിനിങ്. ഇനി കുറച്ച് കടുപ്പമുള്ള സത്യങ്ങൾ പറയാം. നിങ്ങളുടെ ഓറയെ ചോർത്തിക്കളയുന്ന ആളുകളെയും ശീലങ്ങളെയും ചുറ്റുപാടുകളെയും നിങ്ങൾ ഒഴിവാക്കണം. ഇതൊരു പ്രധാനപ്പെട്ട നിയമമാണ്. നിങ്ങൾ ഏത് വൈബ്രേഷൻ കൊണ്ടു നടന്നാലും നിങ്ങളുടെ ചുറ്റുപാടുകൾ അതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തും. നിങ്ങൾ എപ്പോഴും അയ്യോ എനിക്ക് കഴിയുമോ എന്ന് സംശയിച്ചിരിക്കുമ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കൾ നിനക്കതൊന്നും നടക്കില്ലടാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംശയം 100 മടങ്ങ് കൂടും, അല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: എപ്പോഴും പരാതി പറയുന്നവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക. പരദൂഷണങ്ങൾ കേട്ടുകൊണ്ട് ആത്മവിശ്വാസം വളർത്താൻ കഴിയില്ല. ദാരിദ്ര്യ ചിന്താഗതിയുള്ള കണ്ടന്റുകൾ കണ്ട് സമയം കളയുന്നത് നിർത്തുക. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമാണ് നിങ്ങൾ പുറത്തേക്ക് പ്രക്ഷേപണം ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ കൺസ്യൂം ചെയ്യുന്നത് അതാണ് നിങ്ങൾ പുറത്തേക്ക് വിടുക. നിങ്ങൾ വെൽത്തിനെ കുറിച്ച് വായിക്കുക, വെൽത്തിനെ കുറിച്ച് സംസാരിക്കുക, വെൽത്തിനെ കുറിച്ച് ഫീൽ ചെയ്യുക, ചിന്തിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പണമാണോ അതോ നിങ്ങളുടെ പഴയ ഐഡന്റിറ്റി ആണോ? നിങ്ങളുടെ പഴയ ഐഡന്റിറ്റി, അതായത് സംശയിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമാകാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന പതിപ്പ്, അതൊരു വീക്കായിട്ടുള്ള സിഗ്നലാണ്. അത് അവസരങ്ങളെ തടസ്സപ്പെടുത്തും. നിങ്ങളുടെ പവറിന് വേണ്ടി സോറി പറയുന്നത് നിങ്ങൾ നിർത്തണം. ദാരിദ്ര്യത്തെ എൻ്റർടൈൻ ചെയ്യുന്നത് നിർത്തണം. നിങ്ങളത് നിർത്തുന്ന നിമിഷം നിങ്ങളുടെ ഓറ ഒരു അതിശക്തിയായിട്ട് മാറും. അപ്പോൾ 21 ദിവസത്തെ അലൈൻമെൻറ്റ് ചലഞ്ച് ഞാൻ പറഞ്ഞുതരാം. ഓറയെ എങ്ങനെയാണ് ആകർഷകവും വ്യക്തവുമാക്കാൻ പരിശീലിപ്പിക്കേണ്ടത്. നിങ്ങൾ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ ഈ 3 കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമത്തേത്, നിങ്ങളുടെ ഫീലിങ്സിനെ പരിശോധിക്കുക.
രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കുക, ഞാൻ എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത്? അത് ഞാനായിത്തീരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നല്ലതാണോ? ഉദാഹരണത്തിന്, നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നെഗറ്റീവ് തോന്നുന്നുവെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുക. ഇതെൻ്റെ പഴയ ഭയമാണ്, എൻ്റെ ഭാവി ഇതല്ല എന്ന് സ്വയം പറയുക. രണ്ടാമത്തേത് അലൈൻമെന്റ് അഫർമേഷനാണ്. നിങ്ങൾ ഏറ്റവും ധനികനായ സന്തോഷവാനായ വ്യക്തിയാകുമ്പോൾ എന്ത് തോന്നുന്നുവെന്നതിനെക്കുറിച്ച് നിങ്ങളുടെ ശരീരത്തോട് സംസാരിക്കുക. അതായത് പറയുക, ഞാൻ സുരക്ഷിതനാണ്, എന്നെ എല്ലാവരും വിശ്വസിക്കുന്നു, ഞാൻ സമൃദ്ധിയാണ്, പണം എന്നിലേക്ക് ഒഴുകുന്നു. ഇതൊരുപാട് പേർക്ക് റിസൾട്ട് കൊടുത്ത കാര്യമാണ് കേട്ടോ. മൂന്നാമത്തേത് വിഷ്വലൈസേഷൻ. കണ്ണുകൾ അടച്ച് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിയ ആളായിട്ട് ഭാവനയിൽ കാണുക. പുറത്തു നിന്ന് നോക്കുന്നതിന് പകരം നിങ്ങൾ ആ വിജയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കാണുക. ആ ഒരു ഉറപ്പ്, ആ ഒരു പുഞ്ചിരി, ആ ഒരു സന്തോഷം നിങ്ങളുടെ ശരീരം അത് വിശ്വസിക്കുന്നത് വരെ ആവർത്തിക്കുക. ഈ 3 കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓറ ഒരു കാന്തം പോലെ തിളങ്ങും. അധികം കഷ്ടപ്പെടാതെ തന്നെ അവസരങ്ങൾ വരുന്നത് നിങ്ങൾ കാണും. ഇനി ഞാൻ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഓറയുടെ 4 കോർ എലമെന്റ്സ് പറയാം. അതായത് നിങ്ങളുടെ ഓറയെ അവിശ്വസനീയമാം വിധം ആകർഷകമാക്കാൻ സഹായിക്കുന്ന 4 പ്രധാന ശക്തികൾ. അതിൽ ഒന്നാമത്തേത് ഉറപ്പ്. ചുറ്റും എന്ത് പ്രശ്നം നടന്നാലും നിങ്ങൾ ഉറപ്പോടെ സംസാരിക്കുക, പ്രവർത്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ വിശ്വസിക്കും. ഇനി രണ്ടാമത്തേത് ശാന്തത. നിങ്ങളുടെ എനർജി എപ്പോഴും ശാന്തമായിരിക്കണം. നിങ്ങൾ പരിഭ്രാന്തനാണെങ്കിൽ ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത്, മറിച്ച് റെസ്പോണ്ട് ചെയ്യുക. ഇനി മൂന്നാമത്തേത് യോജിപ്പ്. നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും തമ്മിൽ യോജിപ്പുണ്ടായിരിക്കണം. പണക്കാരനാകാൻ ആഗ്രഹിച്ച് ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. വിജയം മനസ്സിൽ കണ്ട് അലസമായി ഇരിക്കാനും കഴിയില്ല. ഇനി നാലാമത്തേത് സംഭാവന. നിങ്ങൾ പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൂല്യമുള്ളവനാകുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് നൽകുന്നു എന്നതാണ് നിങ്ങളുടെ മൂല്യം. കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വരിക, അല്ലാതെ നേടാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ നിങ്ങളുടെ മാഗ്നറ്റിക് ഓറയുടെ 4 കോർ എലമെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഒരു അൾട്ടിമേറ്റ് ടൂളും കൂടി പറയാം. ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ കണ്ണടച്ചിരുന്ന് ഇമാജിൻ ചെയ്യുക, എല്ലാം ഞാൻ വിചാരിച്ചതിലും നന്നായി നടന്നു, എനിക്ക് വേണ്ട റിസൾട്ട് കിട്ടി. ആ ഫീലിംഗ് എടുത്ത് നിങ്ങളുടെ ബോഡിയിലേക്ക് ചാർജ് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾ വിജയിക്കാൻ ശ്രമിക്കുകയല്ല, നിങ്ങൾ ഓൾറെഡി വിജയിച്ചു എന്ന എനർജിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതാണ് ഏറ്റവും പവർഫുൾ ഫ്രീക്വൻസി. ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകരുത്. ലോ ഫ്രീക്വൻസി ഹാബിറ്റ്സ് ഒഴിവാക്കുക. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ബെഗ് ചെയ്യരുത്. നിങ്ങൾ അലൈൻഡ് ആയിട്ടിരിക്കുക. ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുക. പേടി വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. ആളുകൾ നിങ്ങളുടെ വളർച്ചയിൽ പരിഹസിക്കുമ്പോൾ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓറ നിങ്ങളുടെ സംശയങ്ങളെക്കാൾ നന്നായി സത്യം അറിയുന്നത് വരെ ട്രെയിൻ ചെയ്യുക. ഓർക്കുക, നിങ്ങൾ ചേസ് ചെയ്യില്ല, നിങ്ങൾ ആകർഷിക്കും, നിങ്ങൾ കമാൻഡ് ചെയ്യും, നിങ്ങൾ അതുപോലെ ആയിത്തീരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക.